ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ലൈൻ ടൂളിനെ കുറിച്ചാണ്. ലൈൻ ടൂൾ അതേപോലെ തന്നെ കോർഡിനേറ്റ് സിസ്റ്റം അതും നമ്മൾ ഈ ക്ലാസ്സിൽ നിന്ന് പഠിക്കുന്നതാണ്. ലൈൻ ടൂൾ എടുക്കാനായി നമുക്ക് ഹോം ടാബിൽ നിന്ന് ജസ്റ്റ് ലൈൻ ടൂൾ ക്ലിക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് മെനു ബാറിൽ ഡ്രോ എന്ന ഓപ്ഷൻ കാണാം. അതിൽ നിന്ന് രണ്ടാമത്തെ ഓപ്ഷനായ ലൈൻ ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് കമാൻഡ് ബോക്സ് ഇല്ലേ, കമാൻഡ് ബോക്സിൽ ടൈപ്പ് എ കമാൻഡ് എന്ന ഓപ്ഷൻ കാണാം. ആ ബോക്സിൽ ജസ്റ്റ് എൽ ടൈപ്പ് ചെയ്താൽ മതി. കാരണം ലൈനിന്റെ ഷോർട്ട് കീ എൽ ആണ്. അപ്പോൾ എൽ ടൈപ്പ് ചെയ്തതിനു ശേഷം ജസ്റ്റ് എൻ്റർ അടിക്കുക. അപ്പോൾ നമുക്ക് കമാൻഡ് ബോക്സ് ഇൻസ്ട്രക്ഷൻസ് തരും. കമാൻഡ് ബോക്സ് പറഞ്ഞാൽ നമുക്ക് കമാൻഡ്സ് ടൈപ്പ് ചെയ്യാൻ പറ്റും. അതേപോലെ കമാൻഡ് എങ്ങനെയാണോ യൂസ് ചെയ്യേണ്ടത് അതിനുള്ള ഇൻസ്ട്രക്ഷൻ കൂടി കമാൻഡ് ബോക്സ് പ്രൊവൈഡ് ചെയ്യും. സ്പെസിഫൈ ഫസ്റ്റ് പോയിന്റ്. അപ്പോൾ ഞാൻ ഈ സ്ക്രീനിൽ ജസ്റ്റ് ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്തു. അതിന് ശേഷം നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ പറഞ്ഞാൽ സ്പെസിഫൈ നെക്സ്റ്റ് പോയിന്റ്. ഞാൻ നെക്സ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം അടുത്ത പോയിന്റ്. ഇപ്പോൾ ലൈൻ ടൂളിൽ നിന്ന് എസ്കേപ്പ് ആയിട്ടില്ല. നമുക്ക് ജസ്റ്റ് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് പോകാൻ പറ്റും. ഇനി എസ്കേപ്പ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് എസ്കേപ്പ് അടിക്കുക. ഇനി നമുക്ക് ലൈൻ ടൂൾ തന്നെ വീണ്ടും കിട്ടണം വിചാരിക്കുക. ലൈൻ ടൂൾ ഇപ്പോൾ പ്രീവിയസ് യൂസ് ചെയ്തിരുന്ന കമാൻഡ് ലൈൻ ടൂളാണ്. ഇപ്പോൾ പ്രീവിയസ് ഏത് കമാൻഡാണ് നമുക്ക് യൂസ് ചെയ്തിരുന്നത് അത് ജസ്റ്റ് വീണ്ടും കിട്ടണമെങ്കിൽ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് നിൽക്കുക. റൈറ്റ് ക്ലിക്ക് നോക്കിയിട്ട് റിപ്പീറ്റ് ലൈൻ കൊടുക്കാം. അതിനുശേഷം ഞാൻ വീണ്ടും ലൈൻ ക്ലിക്ക് ചെയ്തു. ഞാൻ എസ്കേപ്പ് അടിച്ചു. അതേപോലെ തന്നെ പ്രീവിയസ് യൂസ് ചെയ്യുന്ന ലൈൻ കമാൻഡ് കിട്ടണമെങ്കിൽ റൈറ്റ് ക്ലിക്ക് അല്ലാണ്ട് ജസ്റ്റ് സ്പേസ് ബാർ ക്ലിക്ക് ചെയ്താൽ പറ്റും. കണ്ട, സ്പേസ് ബാർ ക്ലിക്ക് ചെയ്തപ്പോൾ ലൈൻ ടൂൾ കിട്ടി. ഇനി ഞാൻ വീണ്ടും എസ്കേപ്പ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് എസ്കേപ്പ് ചെയ്യാൻ പറ്റും. സ്പേസ് ബാർ പോലെ തന്നെ എൻ്റർ ക്യൂ യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ എൻ്റർ കീ കൊടുത്തു. കണ്ട, എൻ്റർ കീ കൊടുത്തപ്പോൾ ലൈൻ ടൂൾ കിട്ടി. നമുക്ക് പ്രീവിയസ് യൂസ് ചെയ്യുന്ന കമന്റ് കിട്ടണമെങ്കിൽ സ്പേസ് ബാർ യൂസ് ചെയ്യാം, എൻ്റർ യൂസ് ചെയ്യാം. റൈറ്റ് ക്ലിക്ക് നിൽക്കിയതിനു ശേഷം റിപ്പീറ്റ് ലൈൻ. കണ്ട, ഈ ഓപ്ഷൻ കൂടി യൂസ് ചെയ്തിട്ട് നമുക്ക് പ്രീവിയസ് യൂസ് ചെയ്യുന്ന കമന്റ് വീണ്ടും യൂസ് ചെയ്യാം. ഞാനിവിടെ തൽക്കാലം ഇപ്പോൾ സ്പേസ് ബാർ നിൽക്കി. അതിനുശേഷം ഞാൻ ലൈൻ യൂസ് ചെയ്ത് വരയ്ക്കുകയാണ്. കണ്ട, ലൈൻ യൂസ് ചെയ്ത് വരച്ചതിന് ശേഷം നമുക്കിപ്പോൾ ക്ലോസ് ചെയ്യണം വിചാരിക്കുക. അപ്പോൾ ഞാൻ ഈ ലാസ്റ്റത്തെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്കാണ് എത്തണമെങ്കിൽ ജസ്റ്റ് സി ടൈപ്പ് ചെയ്യുക, ജസ്റ്റ് എൻ്റർ അടിക്കുക. കണ്ട, അപ്പോൾ അത് നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് മാത്രം വരയ്ക്കണം വിചാരിക്കുക. പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കണമെങ്കിൽ ഞാൻ സ്പേസ് ബാർ നിൽക്കി. അതിനുശേഷം ഇപ്പോൾ വരയ്ക്കാൻ പോകും. ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്തു. ഈ പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കണമെങ്കിൽ ഇവിടെ കണ്ട ഒരു പെർപെൻഡിക്കുലർ ആയിട്ട് ചിഹ്നം ഓർത്തോ മോഡ്, അത് ജസ്റ്റ് ഓൺ ആക്കിയത്. അത് ഓൺ ആക്കാൻ കീബോർഡിലെ ഷോർട്ട് കീ ആണ് F8. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി. അതിനുശേഷം നമ്മൾ മൗസ് സെക്കൻഡ് പോയിന്റ് നോക്കുമ്പോൾ നമുക്ക് ഹൊറിസോണ്ടലും 90, 0, 90, 270, 360 ഈ ഡിഗ്രി മാത്രമേ നമുക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ. കണ്ടോ, ഇനി അടുത്ത് വരയ്ക്കണമെങ്കിൽ പെർപെൻഡിക്കുലർ. കണ്ടോ, അടുത്തത്. ഇനി അടുത്തത് നമുക്ക് കറക്റ്റ് ഈ പോയിന്റ് നേരേക്ക് വരയ്ക്കണമെങ്കിൽ, ഈ പോയിന്റ് നേരെ വരയ്ക്കണമെങ്കിൽ ജസ്റ്റ് ഇവിടെ ഒന്ന് മൗസിന്റെ കേഴ്സർ കൊണ്ടുപോകുക. അതിനുശേഷം മൗസിന്റെ കേഴ്സർ കൊണ്ടുപോകുക. അതിനുശേഷം കണ്ട ഒരു ബ്ലൂ ലൈൻ വരുന്നത് കാണാം. അപ്പൊ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ കറക്റ്റ് ഈ ഒരു പോയിന്റും കറക്റ്റ് ഒരേ ലൊക്കേഷനിലായിരിക്കും. ഇനി നമുക്ക് ലൈൻ ടൂൾ യൂസ് ചെയ്തിട്ട് കറക്റ്റ് അങ്ങനെ മെഷർ ചെയ്ത് വരയ്ക്കാൻ നോക്കാം. അതിനായി ഞാൻ ലൈൻ ടൂള് കമാൻഡ് ബോക്സിൽ ജസ്റ്റ് എൽ ടൈപ്പ് ചെയ്തു, എൻ്റർ ടൈപ്പ് ചെയ്തു. അതിനുശേഷം കണ്ട ഇവിടെ ഡൈനാമിക് ഇൻപുട്ട് കൊണ്ടുള്ള ഓപ്ഷൻ കാണാം. അത് ജസ്റ്റ് ഓൺ ആക്കി കൊടുക്കുക. അത് ഇവിടെ ഇല്ലാന്ന് വിചാരിക്കുക. ഇവിടെ ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ കണ്ട ഈ ഒരു 3 ഹൊറിസോണ്ടൽ ലൈൻ കാണാം, കസ്റ്റമൈസേഷൻ. ആ കസ്റ്റമൈസേഷൻ ജസ്റ്റ് ഓൺ ആക്കി കൊടുക്കുക. അതിൽ നിന്ന് ഡൈനാമിക് ഇൻപുട്ട് ഓൺ ആക്കി കൊടുക്കുക. കണ്ട, ഡൈനാമിക് ഇൻപുട്ട് അത് ജസ്റ്റ് ഓൺ ആക്കി കൊടുക്കുക. അതിനുശേഷം ഞാൻ ഫസ്റ്റ് പോയിന്റ് വരയ്ക്കുകയാണ്. ഫസ്റ്റ് പോയിന്റ് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്തു. ഞാൻ F8 ഓഫ് ആക്കി കൊടുത്തു. F8 അതായത് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കണം ഓഫ് ആക്കി കൊടുത്തു. ഇനി എത്ര ഡിസ്റ്റൻസിലാണ് വരയ്ക്കേണ്ടത്? ഇപ്പം 1000 ആണ് ഡിസ്റ്റൻസ് വരയ്ക്കണമെങ്കിൽ 1000. ഇപ്പം 90 ഡിഗ്രിയിൽ 1000. ഇപ്പോൾ 1000 ലെങ്ത്തും 90 ഡിഗ്രി ആയിരിക്കും ആ ലൈന്. കണ്ട, നമുക്കൊരു 50 ഡിഗ്രി വരയ്ക്കണം വിചാരിക്കുക. ഒരു 200. അപ്പോൾ 200 വരയ്ക്കണമെങ്കിൽ ആദ്യം നമ്മൾ 200 വരയ്ക്കുക. 200 ടൈപ്പ് ചെയ്താൽ ഇപ്പോൾ ലെങ്ത്തിൽ 200 ആയി ഉണ്ടാവും. ഇനി നമുക്ക് ആംഗിൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് കീബോർഡിലെ ടാബ് കീ ജസ്റ്റ് പ്രസ് ചെയ്യുക. അപ്പോൾ ലെങ്ത്ത് ലോക്കായി ഉണ്ടാവും. ഇനി നമ്മൾ ആംഗിൾ എത്രയാണോ വേണ്ടത്, ആംഗിൾ ഇപ്പോൾ 55 ആണ് വേണ്ടെങ്കിൽ 55 ടൈപ്പ് ചെയ്യുക. കണ്ട, അപ്പോൾ 55 ടൈപ്പ് ചെയ്തപ്പോൾ 55 ഡിഗ്രി ആംഗിളും പിന്നെ ഡിസ്റ്റൻസ് 200 ആയിരിക്കും. ഇനി നമുക്ക് ഒരു 550 ആണെങ്കിൽ 515 ടൈപ്പ് ചെയ്തു. അതിനുശേഷം നമുക്ക് ആംഗിൾ എത്രയാണോ വേണ്ടത്, ആംഗിൾ ഇപ്പോൾ 65 ആണ് വേണ്ടെങ്കിൽ ജസ്റ്റ് ടാബ് ബട്ടൺ കൊടുക്കുക. ടാബ് ബട്ടൺ കൊടുത്താൽ ലെങ്ത് ലോക്കാവും. ഇപ്പം ആംഗിളിലേക്കായി. ഇനി വീണ്ടും ടാബ് പ്രസ് ചെയ്താൽ ആംഗിളിൽ നിന്ന് ഡിസ്റ്റൻസിലേക്ക് പോകും. അപ്പോൾ വീണ്ടും ടാബ് കൊടുക്കുക. 27 പകരം ഇപ്പോൾ ഒരു 65 കൊടുത്തു, എൻ്റർ കൊടുത്തു. ഇങ്ങനെയാണ് നമുക്ക് ആംഗിളും ഡിസ്റ്റൻസും കൊടുത്ത് വരയ്ക്കുന്നത്. ഇനി ലൈൻ ടൂളിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് എസ്കേപ്പ് കൊടുക്കുക. കണ്ട,
അപ്പോൾ ലൈൻ ടൂളിൽ നിന്ന് എസ്കേപ്പ് ആയി. ഇനിയാണ് നമുക്ക് ലെങ്ത്തും ആംഗിളും കൊടുത്തിട്ട് വരയ്ക്കുന്നത്. ഇനി നമുക്ക് കോർഡിനേറ്റ് സിസ്റ്റം എന്താണെന്ന് നോക്കാം. 3 തരത്തിലുള്ള കോർഡിനേറ്റ്സ് ഉണ്ട് ഓട്ടോകാഡിൽ. അബ്സല്യൂട്ട് കോർഡിനേറ്റ്സ്, റിലേറ്റീവ് കോർഡിനേറ്റ്സ്, പിന്നെ പോളാർ കോർഡിനേറ്റ്. കണ്ട പോളാർ കോർഡിനേറ്റ് പറഞ്ഞാൽ നമുക്കിപ്പോൾ കണ്ട 0 ഡിഗ്രി നിന്ന് 90 ഡിഗ്രി, 90 നിന്ന് 180 ഡിഗ്രി, 180 270 360. അത് നമ്മൾ എങ്ങനെയാണ് ഫോർമാറ്റ്, അതിന് ഫോർമാറ്റ് ആണ്. അത് എങ്ങനെയാണ് യൂസ് ചെയ്യാന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കില്ല കമന്റ് ബോക്സിൽ എങ്ങനെയാണ് അതിന്റെ എങ്ങനെ യൂസ് ചെയ്യുന്നതാണ് ഫോർമാറ്റ്. അതായത് ആദ്യം അറ്റ് സിമ്പിൾ, പിന്നെ ഡിസ്റ്റൻസ് എത്രയാണ് വേണ്ടത്, പിന്നെ ലെസ് ദാൻ ആ ചിഹ്നം, പിന്നെ എത്ര ആംഗിൾ ആണോ വേണ്ടത്. അതാണ് പോളാർ കോർഡിനേറ്റിൽ നമ്മൾ ഓട്ടോകാഡിൽ യൂസ് ചെയ്യുന്ന ഫോർമാറ്റ്. അതേപോലെ നമുക്ക് റിലേറ്റീവ് കോർഡിനേറ്റ്സിലും അബ്സല്യൂട്ട് കോർഡിനേറ്റിലുള്ള ഫോർമാറ്റ് ആണ്. അബ്സല്യൂട്ട് കോർഡിനേറ്റിൽ ജസ്റ്റ് ഫസ്റ്റ് ഡിസ്റ്റൻസ് കോമ സെക്കൻഡ് ഡിസ്റ്റൻസ്. റിലേറ്റീവ് കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഫസ്റ്റ് അറ്റ് സിമ്പിൾ കൊടുക്കണം, പിന്നെ ഡിസ്റ്റൻസ് കോമ, പിന്നെ വീണ്ടും ഡിസ്റ്റൻസ്. നമ്മളൊരു ഷേപ്പ് വരച്ചു കൊടുത്താൽ നമുക്ക് കറക്റ്റ് മനസ്സിലാവും. അതിനായിട്ട് ഞാനിവിടെ ഒരു ഷേപ്പ് എടുക്കുകയാണ്. ഇനി ഈ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കണമെങ്കിൽ നമുക്ക് ലൈൻ ടൂൾ യൂസ് ചെയ്യാം. ലൈൻ ടൂൾ ജസ്റ്റ് L ടൈപ്പ് എൻ്റർ. അപ്പോൾ നമുക്ക് ലൈൻ ടൂളായി. ഇന്ന് ഫസ്റ്റ് പോയിന്റ് നമുക്ക് ക്ലിക്ക് ചെയ്യുന്നതിന് പകരം നമ്മൾ അബ്സല്യൂട്ട് കോർഡിനേറ്റ് സിസ്റ്റം ആണെങ്കിൽ ഈ എക്സും വൈയും കൂട്ടിമുട്ടുന്ന പോയിന്റിലെ 0,0 അവിടെ നിന്നാണ് എല്ലാ പോയിന്റും കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് എല്ലാ പോയിന്റും കാൽക്കുലേറ്റ് ചെയ്യുക ഈ എക്സും വൈയും കൂട്ടിമുട്ടുന്ന ഈ ഒരു ഒറിജിനിൽ നിന്ന്. ഫസ്റ്റ് പോയിന്റ് നമുക്ക് എവിടെയാണ് വേണ്ടത്? 1,1. അപ്പൊ നമ്മൾ ജസ്റ്റ് 1,1 ടൈപ്പ് ചെയ്തു. ഈ ടൈപ്പ് ചെയ്തപ്പോൾ കണ്ട ഫസ്റ്റ് പോയിന്റ് വന്നുള്ളത് ഈ ഒരു പോയിന്റിലാണ്. ഇനി നമുക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് വേണ്ടത്. അപ്പോൾ ജസ്റ്റ് വൈ ഡിസ്റ്റൻസ് ഒന്നുകൂടി കൂടി, അതായത് 1,2 പറഞ്ഞാൽ വൈ ഡിസ്റ്റൻസ് ഒന്നുകൂടി കൂടി. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒരു 1 പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കാം. നമുക്ക് ഇപ്പൊ കോർഡിനേറ്റ് സിസ്റ്റം മനസ്സിലാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ 1,2 ടൈപ്പ് ചെയ്യുക. അപ്പൊ കറക്റ്റ് പെർപെൻഡിക്കുലർ ആയിട്ട് കിട്ടി. കണ്ട ഇത് നമ്മൾ കറക്റ്റ് ഇവിടുന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ഈ ഒരു പോയിന്റ് 1,2. നമ്മളിപ്പോൾ അബ്സല്യൂട്ട് കോർഡിനേറ്റ് സിസ്റ്റം പോലെയാണ് വരയ്ക്കുന്നത്. അതായത് 1,2. ഇനി അടുത്ത പോയിന്റ് പറഞ്ഞാൽ 2,3 ആണ്. അപ്പൊ 2,3 കണ്ട അടുത്ത പോയിന്റ്. അതായത് ഇപ്പൊ വരയ്ക്കുന്ന എല്ലാ പോയിന്റും കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതിന്റെ ഒറിജിൻ x, y ആണ്. റിലേറ്റീവ് കോർഡിനേറ്റ് പറഞ്ഞാൽ നമ്മുടെ പ്രീവിയസ് പോയിന്റ് നിന്നാണ് കാൽക്കുലേറ്റ് ചെയ്യുക. നമുക്ക് അങ്ങനെയും ഈ ഷേപ്പ് വരച്ചു നോക്കാം. നമുക്ക് ആദ്യം ഇങ്ങനെ വരയ്ക്കാം. അതിനുശേഷം ഇപ്പോൾ എന്താണ് വേണ്ടത്? 2,3 വരച്ചു. ഇനി അടുത്ത് വരയ്ക്കുന്നത് 2,4. 2,4 then 1,5 1,5 1,6 3,6 3,5 5,5 5,6 5,6 7,6 7,5 6,4 6,3 7,2 7,1 1,1 കണ്ട. ഇനി നമുക്ക് എസ്കേപ്പ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് എസ്കേപ്പ് കൊടുക്കുക. കണ്ട ഈ ഷേപ്പ് നമ്മൾ അബ്സല്യൂട്ട് കോർഡിനേറ്റ് സിസ്റ്റം യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് വരയ്ക്കുക. നമുക്ക് റിലേറ്റീവ് കോർഡിനേറ്റ് സിസ്റ്റം യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് വരയ്ക്കണമെങ്കിൽ ആദ്യം ഞാൻ ഈ ഷേപ്പ് കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്യാണ്. കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്തു. നമുക്ക് റിലേറ്റീവ് കോർഡിനേറ്റ് സിസ്റ്റം വെച്ചിട്ടാണ് വരയ്ക്കണമെങ്കിൽ നമ്മൾ ആദ്യം ലൈൻ ടൂൾ വീണ്ടും എടുക്കുക. ലൈൻ ടൂൾ എടുത്തതിന് ശേഷം ഫസ്റ്റ് പോയിന്റ് 1,1 ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു പോയിന്റിൽ നിന്നാണ് നമ്മൾ അടുത്ത കോർഡിനേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് ഈ എക്സും വൈയും അല്ല ഒറിജിൻ. ഇനി നമ്മൾ റിലേറ്റീവ് കോർഡിനേറ്റ് സിസ്റ്റം വെച്ച് വരയ്ക്കുകയാണെങ്കിൽ ഇപ്പൊ ഈ ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലേക്ക് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വൈയിലൊരു വ്യത്യാസമുണ്ട്. വൈയിൽ പറഞ്ഞാൽ 1 വ്യത്യാസമുണ്ട്, എക്സിൽ വ്യത്യാസമില്ല. അപ്പൊ എക്സ് വാല്യൂ 0 ആണ് ടൈപ്പ് ചെയ്യേണ്ടത്. അപ്പൊ റിലേറ്റീവ് കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഏറ്റവും ആദ്യം എറ്റ് സിമ്പിൾ വരയ്ക്കണം. എറ്റ് സിമ്പിൾ വയ്ക്കുക 0, 1 കണ്ട ഇപ്പൊ പെർപെൻഡിക്കുലർ ആയിട്ട് കിട്ടി. ഇനി അടുത്ത പോയിന്റ് പറഞ്ഞാൽ എക്സും വൈയും 1 കൂടുന്നുണ്ട്. എക്സും വൈയും 1 കൂടുന്നത്. അപ്പൊ എക്സും വൈയും ഈ ഒരു പോയിന്റിൽ നിന്ന് എക്സും വൈയും 1 കൂടുന്നുണ്ട്. അപ്പോൾ റിലേറ്റീവ് കോർഡിനേറ്റില് എറ്റ് വരയ്ക്കുക, 1 വരയ്ക്കുക, 1 കണ്ട. അടുത്ത പോയിന്റില് നമ്മുടെ എക്സ് വാല്യൂ വ്യത്യാസം വരുന്നില്ല. എക്സും 2 ആണ്, 2 3 2 4. അപ്പൊ എക്സ് വ്യത്യാസം വരുന്നില്ല. അപ്പൊ എക്സ് 0 ആണ്, വൈ വാല്യൂ 1. അപ്പൊ എറ്റ് 0 വൈ വാല്യൂന് 1 കൊടുക്കുക. കണ്ട അടുത്ത പോയിന്റ് കിട്ടി. ഇനി അടുത്ത പോയിന്റ് പറഞ്ഞാൽ എക്സ് പറഞ്ഞാൽ ഒരെണ്ണം ലെഫ്റ്റിലേക്കാണ് പോണത്. ഒരെണ്ണം ലെഫ്റ്റിലേക്ക്. വൈ പറഞ്ഞാൽ കൂടെ ചെയ്യുന്നത്. അപ്പൊ എക്സ് -1 വൈ +1.
ഈ ഒരു പോയിന്റിൽ നിന്നാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ 2ൽ നിന്ന് 1 എന്ന് പറഞ്ഞാൽ എക്സ് കുറയാണ്, ഈ 4ൽ നിന്ന് y പറഞ്ഞാൽ y കൂടുക. അപ്പൊ എക്സ് പറഞ്ഞാൽ 1 കുറയുക. അപ്പൊ എറ്റ് -1 കോമ y പറഞ്ഞ 1 കൂടി 1 കണ്ടോ. ഇനി അടുത്ത പോയിന്റ് പറഞ്ഞാൽ എക്സ് 1 5 1 6 എക്സ് മാറുന്നില്ല, y പറഞ്ഞാൽ 5 നിന്ന് 6 ആയി. എക്സിന്റെ വാല്യൂ ഈ ഒരു പോയിന്റിൽ നിന്ന്, ഇതാണ് ഒറിജിൻ, ഈ പോയിന്റിൽ നിന്ന് വരയ്ക്കുമ്പോൾ എക്സ് 0 തന്നെ y 1 ആയിരിക്കും. അപ്പൊ എറ്റ് കൊടുക്കുക എക്സ് 0, ആദ്യത്തെ പോയിന്റ് 0 കോമ y എത്ര, y പറഞ്ഞ 1 ടൈപ്പ് ചെയ്തു. ഇപ്പൊ കണ്ട. ഇനി അടുത്ത പോയിന്റ് പറഞ്ഞാൽ എക്സ് 3 വ്യത്യാസം വരുന്നുണ്ട്, എക്സ് 1ൽ നിന്ന് 3ലേക്ക് ആയപ്പോ 2 വ്യത്യാസം വരുന്നുണ്ട്, y വ്യത്യാസം വരുന്നില്ല. അപ്പൊ നമുക്ക് എക്സിന്റെ വാല്യൂ 2 കൂടുന്നുണ്ട്. അപ്പൊ എറ്റ് കൊടുക്കുക 2 കോമ y വ്യത്യാസം വരുന്നില്ല, അപ്പൊ 0. ഇനി അടുത്ത പോയിന്റ് എക്സ് വ്യത്യാസം വരുന്നില്ല, y 1 കുറയുന്നുണ്ട്. അതായത് ഈ പോയിന്റ് ഇതാണ് ഇപ്പൊ നമ്മുടെ ഒറിജിൻ, ഇതാണ് ഒറിജിൻ. അപ്പൊ അതിൽ നിന്ന് നമ്മൾ വരയ്ക്കുമ്പോൾ എക്സ് വ്യത്യാസം വരുന്നില്ല. അപ്പൊ എറ്റ് 0, എക്സിന്റെ വാല്യൂ വ്യത്യാസം വരുന്നില്ല. ഈ കോമ വൈയിൽ എത്ര വ്യത്യാസം വരുന്നത്, 6ൽ നിന്ന് 5ലേക്കായി. അപ്പൊ 1 കുറഞ്ഞു -1, എൻ്റർ അടിക്കുക. അപ്പൊ കണ്ട ആ പോയിന്റ് ആയി. ഇനി അടുത്തതിൽ നിന്ന് എക്സ് 2 കൂടി, അപ്പൊ റൈറ്റ് സൈഡിലേക്കാണ് പോകുന്നത്, 3ൽ നിന്ന് 5ലേക്കായി. അപ്പൊ +2. ഇനി കോമ കൊടുക്കുക, എക്സ് 5ഉം 2ലും സെയിം ആണ്, അപ്പൊ y വാല്യൂ വ്യത്യാസം വരുന്നില്ല. അപ്പൊ 0 കൊടുക്കുക, എൻ്റർ അടിക്കുക. ഇനി അടുത്തതിൽ 5,5 5,6 y വാല്യൂ വ്യത്യാസം വരുന്നില്ല. അപ്പൊ എറ്റ് 0, എക്സ് വാല്യൂ 5ൽ നിന്ന് 6ലേക്കായി, എക്സ് വാല്യൂ അല്ല y വാല്യൂ 5ൽ നിന്ന് 6ലേക്കായി. അപ്പൊ കോമ കൊടുക്കുക 1 കൊടുക്കുക, +1 കണ്ട. ഇനി അടുത്ത പോയിന്റ് പറഞ്ഞാൽ 7 6, അപ്പൊ എക്സ് വാല്യൂ 5ൽ നിന്ന് 7ലേക്കായി. കണ്ട, എക്സ് വാല്യൂ 5ൽ നിന്ന് 7ലേക്കായി. അപ്പൊ എക്സ് വാല്യൂ എറ്റ് കൊടുക്കുക 2. ഇനി y വാല്യൂ വ്യത്യാസം ഇല്ല, അപ്പൊ 0 കൊടുക്കുക കണ്ട. ഇനി അടുത്തത് 7 ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പോളാർ കോർഡിനേറ്റിനെ കുറിച്ചാണ്. പോളാർ കോർഡിനേറ്റ് പറഞ്ഞാൽ നമുക്കൊരു പോയിന്റ് ഡിസ്റ്റൻസും ആംഗിളും വെച്ചിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതിന്റെ ഫോർമാറ്റ് പറഞ്ഞാൽ ആദ്യം എറ്റ്, അതിനുശേഷം ഡിസ്റ്റൻസ്, അതിനുശേഷം ലെസ് ചിഹ്നം, അതിനുശേഷം എത്ര ആംഗിളാണോ വേണ്ടത്. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് എറ്റ് 10 ലെസ് 45. ഇങ്ങനെയാണ് അതിന് കൊടുക്കുക. അപ്പോൾ പ്ലേസ് എ പോയിന്റ് 10 യൂണിറ്റ്സ്, അതായത് അതിന്റെ യൂണിറ്റ് ഇപ്പോൾ സെന്റിമീറ്റർ ആണെങ്കിൽ 10 സെന്റിമീറ്റർ ആയിരിക്കും, ആംഗിൾ 45 ഡിഗ്രി. നമുക്കിപ്പോൾ കൊടുക്കണമെങ്കിൽ ലൈൻ ടൂൾ എടുത്തു, ലൈൻ ടൂള് ഞാനിവിടെ ജസ്റ്റ് ലൈൻ ടൂൾ കൊടുത്തു, എൻ്റർ. അതിനുശേഷം ഞാനിപ്പോൾ എവിടെയാണ് വേണ്ടത്, അതായത് ഫസ്റ്റ് ക്ലിക്ക് ചെയ്തു. ഇനി നമ്മൾ ആദ്യം എറ്റ് കൊടുത്തു, എറ്റ് കൊടുത്തതിന് ശേഷം ഇപ്പോൾ 100 മതി, 100 ആണ് നമുക്ക് വേണ്ട ലെങ്ത്. അതിനുശേഷം ലെസ് ചിഹ്നം, 45 ഡിഗ്രി ആംഗിളിലാണെങ്കിൽ 45, എൻ്റർ. അതിനുശേഷം എസ്കേപ്പ് കൊടുത്തു. ഈ ഇതിൻ്റെ ഒരു ലെങ്ത് 100 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ 100 ആണെന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ ജസ്റ്റ് അലൈൻഡ് എടുക്കുക, ചെക്ക് ചെയ്യുക. കണ്ട 100 ആണ് ലെങ്ത്, ആംഗിൾ 45 ഡിഗ്രി. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ഒരു ഷേപ്പ് വരയ്ക്കാൻ നോക്കി നോക്കാം. അപ്പോൾ ഈ ഒരു ഷേപ്പ് വരയ്ക്കണം വിചാരിക്കുക. ഈ ഒരു ഷേപ്പ് വരയ്ക്കണമെങ്കിൽ ലൈൻ ടൂൾ എടുത്തു, അതിനുശേഷം ആദ്യക്ക് ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്തു. ഇനി ടോപ്പിലേക്ക് 20 സെന്റിമീറ്റർ ആണ് വേണ്ടത്. കണ്ട 20 സെന്റിമീറ്റർ നമുക്ക് ടോപ്പിലേക്ക് വേണം. അപ്പോൾ ഞാൻ ഓർത്തോ ഓൺ ആക്കിയിട്ട് കൊടുത്തു, ഓർത്തോ ഓൺ ആക്കിയിട്ട് 20. അതിനുശേഷം എത്രയാണ് ആംഗിൾ വേണ്ടത്, ആംഗിൾ ഈ ടോട്ടൽ ആംഗിളാണ് 150 ഡിഗ്രി. നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസ് വെച്ചിട്ട് നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ ഉണ്ട് വിചാരിക്കുക. അപ്പോൾ ഈ 90 + 60 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു ആംഗിൾ വേണ്ടത് 60 ഡിഗ്രി ആയിരിക്കും. അതായത് ഞാനിപ്പോൾ ഓർത്തോ ഓഫ് ആക്കി കൊടുത്തു, ഞാനിപ്പോൾ 60 ഡിഗ്രിയാണ് വേണ്ടി വരിക. അതായത് ഇത് 0 ഡിഗ്രി, ഇപ്പോൾ 0 ഡിഗ്രി. ഇനി ഇങ്ങോട്ട് പോകുന്തോറും 30 60 ഡിഗ്രി. അപ്പോൾ ടോട്ടലാണ് 150 ഡിഗ്രി കിട്ടുന്നത് 90 + 60 വെച്ചിട്ടാണ്. നമ്മൾ 60 ഓൺ ആക്കി കൊടുത്താൽ മതി. അപ്പോൾ എറ്റ് കൊടുക്കുക, എറ്റ് എത്ര വേണ്ടത് 80. അപ്പോൾ 80 കൊടുത്തു. ഇനി ലെസ് ചിഹ്നം കൊടുത്തു. ഇനി 60 ആണ് വേണ്ടത്, ആംഗിൾ കൊടുത്തു. കണ്ട ഈ ഒരു ഷേപ്പ് കിട്ടി. ഇനി നമുക്ക് ഹൊറിസോണ്ടൽ എത്ര വേണ്ടത്, ഹൊറിസോണ്ടൽ 30 വേണ്ടത്. അപ്പോൾ ഹൊറിസോണ്ടൽ നമുക്ക് ആംഗിൾ 0 ആണ് വേണ്ടത്. അപ്പോൾ നമുക്ക് എത്ര കൊടുക്കേണ്ടത്, ആംഗിൾ 0 ആണെങ്കിൽ ഒരു എറ്റ് കൊടുക്കുക. ഡിസ്റ്റൻസ് എത്ര വേണ്ടത്, ഡിസ്റ്റൻസ് 30 ലെസ് 0, എൻ്റർ. ഇപ്പോൾ കണ്ട ആ ഒരു ഷേപ്പ് കിട്ടി. ഇനി നമുക്ക് എത്ര വേണ്ടത്, താഴേക്കാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു ആംഗിൾ എത്രയാണ്, 120 ഡിഗ്രിയാണ്. ഈ മൊത്തത്തിലുള്ള ആംഗിൾ പറഞ്ഞാൽ എത്രയാണ്, 180 ഡിഗ്രി. 180 120 കൂടി കൂട്ടിയാൽ 300 ഡിഗ്രിയാണ് കിട്ടുക. അപ്പോൾ നമുക്ക് 300 കൊടുത്ത് നോക്കി നോക്കാം. അതായത് ഇത് 0 ഡിഗ്രി, ഇത് 90 ഡിഗ്രി, ഇത് 180 ഡിഗ്രി. ഇത് എത്രയാണ്, 180 120 300 ഡിഗ്രി. അപ്പോൾ നമുക്ക് ആദ്യം ഡിസ്റ്റൻസ് എത്ര വേണ്ടത്, 80 കൊടുത്തു, 80. അതിന് മുന്നേ എറ്റ് കൊടുക്കണം. എറ്റ്
ഹൈറ്റ് ഡിസ്റ്റൻസ് ലെസ് താൻ ചിഹ്നം 300 കൊടുത്തു. കണ്ട 300 കൊടുത്തപ്പോൾ 300 ഡിഗ്രി ആംഗിളിൽ വന്നു. അതായത് 300 ഇങ്ങനെ പോയി ഈ കോർഡിനേറ്റും കഴിഞ്ഞു. ഇനി നമുക്ക് എത്ര വേണ്ടത്? ഇനി നമുക്ക് താഴേക്ക് ഒരു 20 വേണ്ടത്. താഴേക്ക് 20. അപ്പോൾ നമുക്ക് താഴേക്ക് പെർപെൻഡിക്കുലർ ഓൺ ആക്കിയിട്ട് ജസ്റ്റ് 20 കൊടുക്കുക. കണ്ട 20 വന്നു. അതിനുശേഷം ഈ ഒരു പോയിന്റിലേക്ക് ജസ്റ്റ് ക്ലോസ് ചെയ്യും. അപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പ് വരയ്ക്കാൻ പറ്റും. ഇങ്ങനെയാണ് പോളാർ കോർഡിനേറ്റ് വെച്ചിട്ട് വരയ്ക്കുന്നത്. അതായത് ഈ ഒരു പോയിന്റിൽ നിന്നാണ് നമ്മൾ ആംഗിൾ മെഷർ ചെയ്യുന്നത്. 0, 90, 180, 270, 360. അപ്പോൾ നമുക്ക് ഈ ഷേപ്പ് വരയ്ക്കാൻ പറ്റും. ഇതാണ് 3 കോർഡിനേറ്റ് സിസ്റ്റം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.